സൂസൻ മിസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കർത്താവേ കർത്താവേ എൻ്റെ കുറവുകളിലേക്കൊന്ന് നോക്കണമേ. കർത്താവേ കർത്താവേ എൻ്റെ ശൂന്യതയൊന്ന് പണിയണമേ. കർത്താവിനോട് പറയുക, എൻ്റെ ശൂന്യതയൊന്ന് പണിയണമേ, കർത്താവിൻ്റെ കുറവുകളിലേക്ക് നോക്കണമേ. നീ അളന്നു തന്നാൽ അളവ് നിൽക്കുകയില്ല, നീ പകർന്നു തന്നാലോ എൻ്റെ പാത്രം തികയില്ല. അതെ, എനിക്ക് കർത്താവ് തന്ന പാട്ടാണ്, ഞാൻ കർത്താവിനോട് ചോദിച്ചല്ല, കർത്താവ് തന്ന പാട്ടാണ്. അതെ, മനുഷ്യൻ നമുക്കതിൽ തന്നാൽ അത് ഏറ്റവും കുറഞ്ഞൊരു 10 പേരോട് പറയും. ഇന്ന് ഒരു വക കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു സാധനം കൊടുത്തിട്ട് കുറഞ്ഞതൊരു 5 പേരോടും പറയാത്തവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ഒരു അന്വേഷണത്തിലാട്ട് ആരെങ്കിലും ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുതെന്നാണ് പറയുന്നത്. കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിടക്കോയുടെ സ്വഭാവമാണ്. മുട്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉയരത്തിൽ കയറിയിരുന്ന് അത് അനൗൺസ് ചെയ്യും എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പം മനുഷ്യൻ തന്നാലും അതിന് കണക്കുണ്ട്. ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ആരായിക്കോട്ടെ. പക്ഷെ നമ്മുടെ കർത്താവ് തന്നാലോ കവിഞ്ഞൊഴുകുവാണെങ്കിൽ കവിഞ്ഞൊഴുകി വാരി വിതറി അത് ലളിതന്മാർക്ക് കൊടുക്കുവാൻ കഴിയും. അതെ, സുവിശേഷത്തിൻ്റെ കെട്ടുപണിക്കായിട്ടും ഉപകരിക്കാം. അപ്പോൾ ഈ പാട്ട് അപ്പം എലിശ പ്രവാചകനോട് വിധവയായ സ്ത്രീ പറയുകയാണ്, നിന്റെ ദാസനായിരുന്നു എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അവനൊരു ദൈവഭക്തനായിരുന്നു. അതെ, ഇപ്പോൾ കടക്കാർ വന്ന് എൻ്റെ 2 മക്കളെയും പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ തുടങ്ങിയാണ്. അപ്പോൾ എലിശ പ്രവാചകൻ ചോദിക്കണം, നിനക്ക് എന്ത് ഞാൻ ചെയ്തു തരണം, നിൻ്റെ വീട്ടിൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, നീ നിൻ്റെ മകനും കൂടെ കയറി നിങ്ങളുടെ ഇഷ്ടം പോലെ പാത്രങ്ങൾ, നിൻ്റെ വീട്ടിലുള്ള പാത്രം പോരാതെ വരികയാണെങ്കിൽ അയൽവക്കത്തിൽ വന്നിട്ട് ശൂന്യമായ പാത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. അവർ ശൂന്യമായ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, എലീശ പ്രവാചകൻ പറയും, നീ നിൻ്റെ മകനും കൂടി മുറിക്കകത്ത് കയറി വാതിലടച്ചിട്ട് ഈ ഒരു ഭരണി എണ്ണയാണ് ഇതിൽ നിന്ന് അങ്ങോട്ട് പകരം. ഈ എലീശ പ്രവാചകൻ പ്രാർത്ഥിച്ച് ഈ എണ്ണ വർദ്ധിച്ച് വന്ന് ഇവർ അവരുടെ പാത്രങ്ങളും നിറഞ്ഞു, അയൽവക്കത്തുനിന്ന് മാറ്റുന്ന പാത്രങ്ങളും നിറഞ്ഞു, കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവമായി തീർന്നു. അപ്പോൾ പാത്രങ്ങളുടെ ഒഴുക്ക് നിന്നപ്പോൾ എണ്ണയുടെ ഒഴുക്കും നിന്നു. അപ്പോൾ കർത്താവ് തരുമ്പോൾ അങ്ങനെ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമാണ്. അങ്ങനെ എല്ലാവരും ഇതിൽ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വരുവാൻ ദൈവത്തിന് വിശുദ്ധ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മേലെ കർത്താവിൻ്റെ വിടുതൽ കണ്ട് സന്തോഷിക്കുവാൻ ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തതായിട്ട് നമുക്ക് ഈ ഗാനം കേൾക്കാം. കർത്താവേ കർത്താവേ എൻ്റെ കുറവുകളിലേക്ക് നോക്കണമേ, കർത്താവേ എൻ്റെ ശൂന്യതയെ ഒന്ന് പണിയണം. ഇതിൽ പറയുന്നുണ്ട്, മനുഷ്യൻ പറയും, ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റാൻസയാണ് പറയുന്നത്, മനുഷ്യൻ എന്നെ പറയും ഞാനവൻ്റെ കണ്ണിലെ കരടാന്ന് പറയും. പക്ഷേ എൻ്റെ അപ്പൻ പറയും ഞാനവൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്, അല്ലേ? അപ്പോൾ സോങ് ഓഫ് സോങ്സ്, അതായത് ഉത്തമഗീതം 8:6 പറയുന്നു, നീ എന്നെ ഒരു മുദ്രമോതിരമായി നിൻ്റെ ഹൃദയത്തിന്മേലും ഒരു മുദ്രമോതിരമായി എൻ്റെ കൈമേൽ ഭുജത്തിന്മേലും വെച്ചു കൊള്ളണമേ എന്നാണ് പറയുന്നത്. അതെ, സങ്കീർത്തനങ്ങൾ, അതായത് സാംസ് 16:5-6 പറയുന്നുണ്ട്, നീ എൻ്റെ അവകാശത്തിൻ്റെ പാനപാത്രത്തിൻ്റെ ഓഹരിയാകുന്നു, നീ എൻ്റെ ഓഹരിയെ പരിപാലിക്കുന്നു, അളവുന്നിൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അത് എനിക്ക് നല്ലൊരു അവകാശം വെച്ചുമിരിക്കുന്നു. കർത്താവ് നമുക്കൊരു അവകാശം വെച്ചിരിക്കുകയാണ്. അവൻ നമ്മെ ഒരു മുദ്രമോതിരമായി അവൻ്റെ ഹൃദയത്തിന്മേലും ഒരു മോതിരമായി നമ്മെ അവൻ്റെ ഭുജത്തിന്മേലും വെച്ചിരിക്കുകയാണ്. മനുഷ്യർ നമ്മളെ പറയും, അല്ലേ അവൾ കൊള്ളത്തില്ല, അവൻ കൊള്ളത്തില്ല, എന്നെ പറയുന്നത് ഞാൻ ഭയങ്കര ബോൾഡാണെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, ആൾക്കാരിങ്ങനെ പറയുന്നതായിട്ട് എനിക്കറിയാം. കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നുമില്ല, താഴ്മ ധരിക്കുക എന്നുള്ളതാണ്. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പറയുന്നവരെയെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മനുഷ്യർ നമ്മളെ വെടക്കം നെണ്ണിയാലും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെപ്പോഴും ഒരക്ഷയ ദീപമായിരിക്കും, ഒരിക്കലും മങ്ങിക്കത്താത്ത ഒരു വിളക്കായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. മനുഷ്യർക്കാർക്കും എന്നെ കണ്ടില്ലേലും എൻ്റെ അപ്പനെന്നെ ഇഷ്ടം, അതെനിക്കറിയാം.
ആരും എനിക്ക് ലൈക്ക് അടിച്ചില്ലേലും എൻ്റെ അപ്പൻ്റെ ലൈക്ക് കിട്ടുന്നത് അതും അതിലും വലിയ ലൈക്കൊന്നും ഇല്ല. കർത്താവ് പറഞ്ഞ പോലെ ഞാൻ ചെയ്യാനുള്ളത് കർത്താവ് എന്നെ ഏൽപ്പിച്ച കടമ ഞാൻ പൂർത്തിയാക്കുന്നു. ബാക്കിയൊന്നും എനിക്ക് നോട്ടമില്ല. വരുന്നത് പോലെ വരട്ടെ. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോകാം. ഇതുവരെ നിങ്ങൾ നൽകിയ എല്ലാ സപ്പോർട്ടിനും നന്ദി അറിയിച്ചുകൊണ്ട് കർത്താവേ കർത്താവേ എൻ്റെ കുറവുകളിലേക്കൊന്ന് നോക്കണമേ. കർത്താവേ കർത്താവേ എൻ്റെ ശൂന്യതയെ ഒന്ന് പണിയണമേ. കർത്താവേ കർത്താവേ എൻ്റെ കുറവുകളിലേക്കൊന്ന് നോക്കണമേ. കർത്താവേ കർത്താവേ എൻ്റെ ശൂന്യതയെ ഒന്ന് പണിയണമേ. നീ അളന്നു തന്നാൽ അളവ് നിൽക്കയില്ല. നീ പകർന്നു തന്നാലോ എൻ്റെ പാത്രം തികയുകയില്ല. നീ അളന്നു തന്നാൽ അളവ് നിൽക്കയില്ല. നീ പകർന്നു തന്നാലോ എൻ്റെ പാത്രം തികയുകയില്ല. കർത്താവേ കർത്താവേ എൻ്റെ കുറവുകളിലേക്കൊന്ന് നോക്കണമേ. കർത്താവേ കർത്താവേ എൻ്റെ ശൂന്യതയെ ഒന്ന് പണിയണമേ. നീ എൻ്റെ അവകാശത്തിൻ്റെ പാനപാത്രത്തിൻ്റെ ഓഹരിയാകുന്നുവല്ലോ. നീ എൻ്റെ ഓഹരിയെ പരിപാലിക്കുന്നു. അളവ് നൂലെനിക്ക് മനോഹര ദേശത്ത് വീണുമിരിക്കുന്നു. അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചുമിരിക്കുന്നു. നീ എൻ്റെ അവകാശത്തിൻ്റെ പാനപാത്രത്തിൻ്റെ ഓഹരിയാകുന്നുവല്ലോ. നീ എൻ്റെ ഓഹരിയെ പരിപാലിക്കുന്നു. അളവ് നൂലെനിക്ക് മനോഹര ദേശത്ത് വീണുമിരിക്കുന്നു. അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചുമിരിക്കുന്നു. കർത്താവേ കർത്താവേ എൻ്റെ കുറവുകളിലേക്കൊന്ന് നോക്കണമേ. കർത്താവേ കർത്താവേ എൻ്റെ ശൂന്യതയെ ഒന്ന് പണിയണമേ. കർത്താവേ കർത്താവേ എൻ്റെ കുറവുകളിലേക്കൊന്ന് നോക്കണമേ. കർത്താവേ കർത്താവേ എൻ്റെ ശൂന്യതയെ ഒന്ന് പണിയണമേ. നീ അളന്നു തന്നാൽ അളവ് നിൽക്കയില്ല. നീ പകർന്നു തന്നാലോ എൻ്റെ പാത്രം തികയുകയില്ല. നീ അളന്നു തന്നാൽ അളവ് നിൽക്കയില്ല. നീ പകർന്നു തന്നാലോ എൻ്റെ പാത്രം തികയുകയില്ല. കർത്താവേ കർത്താവേ എൻ്റെ കുറവുകളിലേക്കൊന്ന് നോക്കണമേ. കർത്താവേ കർത്താവേ എൻ്റെ ശൂന്യതയെ ഒന്ന് പണിയണമേ. മനുഷ്യൻ എന്നെ വിധിക്കും, ഞാൻ അവൻ്റെ കണ്ണിലെ കരട്. മനുഷ്യൻ എന്നെ വിധിക്കും, ഞാൻ അവൻ്റെ കണ്ണിലെ കരട്. എൻ്റെ അപ്പൻ പറയും ഞാൻ അവൻ്റെ കണ്ണിലെ കൃഷ്ണമണി. ഒരു മോതിരമായി എന്നെ നിൻ ഹൃദയത്തിന്മേലും, ഒരു മോതിരമായി എന്നെ നിൻ ഭുജത്തിന്മേലും വെച്ചു കൊള്ളണമേ. മനുഷ്യൻ എന്നെ വിധിക്കും, ഞാൻ അവൻ്റെ കണ്ണിലെ കരട്. എൻ്റെ അപ്പൻ പറയും ഞാൻ അവൻ്റെ കണ്ണിൻ കൃഷ്ണമണി. ഒരു മോതിരമായി എന്നെ നിൻ ഹൃദയത്തിന്മേലും, ഒരു മോതിരമായി എന്നെ നിൻ ഭുജത്തിന്മേലും വെച്ചു കൊള്ളണമേ. കർത്താവേ കർത്താവേ എൻ്റെ കുറവുകളിലേക്കൊന്ന് നോക്കണമേ. കർത്താവേ കർത്താവേ എൻ്റെ ശൂന്യതയെ ഒന്ന് പണിയണമേ. നീ അളന്നു തന്നാൽ അളവ് നിൽക്കയില്ല. നീ പകർന്നു തന്നാലോ എൻ്റെ പാത്രം തികയുകയില്ല. നീ അളന്നു തന്നാൽ അളവ് നിൽക്കയില്ല. നീ പകർന്നു തന്നാലോ എൻ്റെ പാത്രം തികയുകയില്ല. കർത്താവേ കർത്താവേ എൻ്റെ കുറവുകളിലേക്ക് നോക്കണമേ. കർത്താവേ കർത്താവേ എൻ്റെ ശൂന്യതയെ ഒന്ന് പണിയണമേ. താങ്ക് യു ഓൾ ഓഫ് യു.